തീർച്ചയായിട്ടും. ചേച്ചിക്ക് 2 ഉപ്പേരി, എനിക്ക് ഒത്തിരി ഉപ്പേരിയെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ടാണ്. സോറി. ചീത്ത ഇങ്ങനെ മേടിക്കാന്ന് പറയില്ലേ, ചോദിച്ച് മേടിക്കാണ് ഞാനിപ്പം. നീ എന്താച്ചാ ചെയ്യ്, ഞാൻ നോക്കട്ടെ. നീ അവസാനം എന്താച്ചാ ഞാൻ പറയാം. നീ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കേ എന്നല്ലേ ഉദ്ദേശം? അല്ല, നീ എനിക്ക് എത്ര ഇടുന്നു, നീ എത്ര ഇടുന്നു ഞാൻ നോക്കുന്നു. ഞാൻ ഇത് മാത്രമേ കൂടുതൽ വെക്കത്തുള്ളൂ, അതറിയത്തില്ലേ ചേച്ചിക്ക്? എനിക്കതൊന്നും അറിയില്ല. എന്റെ കൂടെ ഇരിക്കുമ്പോൾ നല്ലോണം കഴിച്ചാൽ ഞാൻ കഴിക്കും. അതെ, ഞാൻ കഴിക്കും. നമ്മൾ ഒരുമിച്ചായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. നോക്കട്ടെ 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 നോക്കട്ടെ. പപ്പടം കഴിക്കാൻ പാടില്ല. പിന്നെ ഞാൻ വിളമ്പില്ല. അപ്പൊ പിന്നെ ചേച്ചി മാത്രം പപ്പടം എടുത്താ എനിക്ക് തരാത്ത എന്താ? നിനക്ക് തരണം തോന്നില്ല? ആ ഫസ്റ്റ് അത് കൊള്ളൂല. അപ്പൊ ഞാൻ വിളമ്പിയപ്പോ ഒക്കെ തന്നില്ലേ? ഇതെന്ത് പിക്കിള്? ഇത് മാങ്ങ, നാരങ്ങ, ഇഞ്ചി. ശരി. എന്നെ വീട്ടിൽ കഴിക്കാൻ സമ്മതിക്കാതെ ഇവിടെ കഴിക്കാൻ. ഇവിടെ കഴിച്ചാ മതി. എപ്പോഴും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നേ. അന്നേരം പിന്നെ ഇവിടുന്ന് കഴിച്ചാ മതി. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഓണം ഉണ്ണാം. എന്റെ മോനെ സോറി മോനെ, സോറി മോളെ. ഒന്നുമില്ല, ചേച്ചിയുടെ കൂടെ അല്ലേ അമ്മ നിറവോടുകൂടി കഴിച്ചോളൂ എന്നാ പറയുന്നത്. കറക്റ്റ് കണ്ട കേട്ടോ അവര് പറഞ്ഞത്? കറക്റ്റ് അമ്മ. ഷാജി സർ, അതെ, നോക്കിക്കൊള്ളണം കേട്ടോ. കുറച്ചിട്, ഒരു സ്പൂണപ്പാ. മതിയോ? മതി 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 മതി. നെയ് 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 നെയ്. കുറച്ച് കുറച്ച് കുറച്ചിരി ഒഴിക്കുള്ളൂ. ഒരു തുള്ളി നെയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ബഹളം. ഒരു തുള്ളി മതി. അവിടെ ഒഴുക്കി. അത് ഒരു തുള്ളി എനിക്കൊരു ഇച്ചിരി. മതി. ഞാനും ചേരൂല. കഴിഞ്ഞാ ഇരിക്കി. ഇനി പരിപ്പ് കഴിച്ചിട്ട് സാമ്പാർ വിളമ്പൂലേ? ഇത് കൈ തുടച്ചിട്ട് കഴിക്കി. ഓക്കേ. അപ്പം ശരിക്കും പ്രേക്ഷകർ എന്താ പറയാ, ഇന്നത്തെ ഓണം ഭയങ്കര ഗംഭീരല്ലേ? നമ്മുടെ സീമ ചേച്ചിയായിട്ട് എനിക്ക് ഒരു പിടി ചോറ് അമ്മയുടെ കൂടെ ഇരുന്ന് ചേച്ചിയുടെ കൂടെ കഴിക്കാൻ സാധിച്ചത് ശരിക്കും ദൈവം തമ്പുരാന്റെ അനുഗ്രഹം. അതേപോലെ എൻ്റെ പ്രേക്ഷകർക്ക് ഈ തിരുവോണത്തിന് എൻ്റെ ചേച്ചിയുടെ കൂടെ ഇരുന്ന് ചേച്ചിയുടെ വിശേഷങ്ങളും പിന്നെ കുറെ വഴക്ക്, കുറെ ചിത്ത, കുറെ സ്നേഹം എല്ലാം തരുന്ന ഏക ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് സീമ ചേച്ചി മാത്രം. ഇതുപോലെയാണ് എൻ്റെ ഏട്ടനും. ഈ പറഞ്ഞ പോലെ സദ്യ ആയാലും വിഷു ആണെങ്കിലും ഓണം ഒക്കെ ആണെങ്കിലും വീട്ടിലെ ഏറ്റവും മൂത്ത ആള് ഒരു വാച്ചോറ് ആദ്യം ഉണ്ണാൻ നമുക്ക് തരും. എല്ലാവർക്കും, പിള്ളേർക്കും എല്ലാം ഉരുട്ടി ഒരു വാ കൊടുക്കും. ആ ഒരു സ്വാദ, ഒരു നിറവ്, ഇത് എല്ലാവരുടെ വീട്ടിലും, എല്ലാ പ്രേക്ഷകരുടെ വീട്ടിലും ഇത് എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് എല്ലാവർക്കും ചേർത്ത് ഇനിയൊരു വായ. ഇത് മിക്കവാറും ഞാൻ അത് മുഴുവൻ കഴിക്കാൻ തോന്നുന്നുണ്ട്. വേറെ വേറെ ടേസ്റ്റ് ആണ് ഇത്. ഞാൻ ഉണ്ണണ്ടേ? എനിവേ ചേച്ചി ഉണ്ണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഒരു ഫോർമാലിറ്റിയാണ്, പക്ഷെ എന്നാലും താങ്ക് യു വെരി മച്ച്. എന്തിന്? എന്റെ ആനീസ് കിച്ചണിൽ വന്നതിന്. ഒത്തിരി നാള് കൂടി ഒരു നല്ലൊരു ദിവസം ചേച്ചി വന്നു. താങ്ക് യു. ആ നിറവും എന്താ പറയാ, ഓണത്തിന് എന്താണ് നിറവല്ലേ ഏറ്റവും കൂടുതൽ? ആ നിറവിന് ആനീസ് കിച്ചണിൽ ഒരുപാട് തന്നു. താങ്ക് യു വെരി മച്ച്. നല്ല ടേസ്റ്റ്. ചുമ്മാ അല്ലേ നീ കഴിച്ചത്? താങ്ക് യു. ചേച്ചിനോട് പിന്നെ ഈ സദ്യ ഉണ്ണുന്ന സമയത്ത് വർത്താനം പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നമ്മൾ വർത്താനം പറയോ? പറഞ്ഞ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഫിലിമിലോ അല്ലെങ്കിൽ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? അമ്മ ഒഴിച്ച്. അമ്മ അല്ലാതെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാവരും ഫ്രണ്ടാണ്. ഇങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല. ക്ലോസ് ഫ്രണ്ട്, ബെസ്റ്റ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന ആളാണെന്ന് അങ്ങനെയൊക്കെ പറയോ? റാണിമയുണ്ട് സൗത്ത് പാർക്കില്. ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട് ആണ് റാണിമ. ഈ പറഞ്ഞ പോലെ സിമ ചേച്ചിയുടെ വേറൊരു അവതാരമാണ്. ഉള്ള സത്യം ഞാൻ പറയാലോ, പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയുക. പിന്നെ ചേച്ചി ശശിയേട്ടനല്ലാതെ ഏറ്റവും ബെസ്റ്റ് കംഫർട്ട് ആയിട്ടുള്ള ഡയറക്ടർ ഏതാണ് ചേച്ചിക്ക് വർക്ക് ചെയ്യാൻ? ശശിയേട്ടൻ ഓക്കെ ഫസ്റ്റ് പ്രിഫറൻസ്? അല്ല, അങ്ങനെ പറയാക്കൂല. ദേ ആൾ വെരി ഗുഡ്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അങ്ങനെ കംഫർട്ടബിൾ ചേച്ചിക്ക് എനിക്ക് അങ്ങനെ ഒന്നും. എല്ലാരും കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഒരു ഇതല്ല. അവര് ആ സ്പോട്ടിൽ ആരുണ്ടോ, ഇവൻ ഇവിടത്തെ ഡയറക്ടർ പോലും എനിക്ക് റെസ്പെക്ട് ആണ്. അത്
എല്ലാവരുമായിട്ടും എനിക്ക് അത് ശരിക്കും ചേച്ചിക്ക് അന്ന് ആ സാറ് സൂപ്പർ സാർ അല്ലേ ചേച്ചിനെ ഉപദേശിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്? ശശിയേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പം മുന്നേ റെസ്പെക്ട് ചെയ്യണം ഡയറക്ടർ. എന്റെ മാസ്റ്റർ മാസ്റ്റർ ഓക്കെ അദ്ദേഹം അല്ലേ പറഞ്ഞു തന്നെ. ചോപ്ര അന്ന് ശരിക്കും ചേച്ചിക്ക് അന്ന് തുടങ്ങിയത് എല്ലാ ഡയറക്ടേഴ്സിനോടും ആ ഒരു റെസ്പെക്ട് ഇല്ല, ഉള്ളി ശശിയേട്ടനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരിത്. അത് ഞാൻ അങ്ങനെ പിന്നെ അന്ന് ഒരു പ്രായം അതല്ലേ, ആ ഒരു കളിപ്രായാണ് എല്ലാം. എപ്പോഴാണ് മെച്ചൂർഡ് ആയത്? അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിശ്ചയില്ല. വേണ്ട കേട്ടോ ചേച്ചി, ഇത് മതി. ഇതാ ഞങ്ങൾക്ക് പ്രേക്ഷകർ പ്രശ്നമേ ഇല്ല, എല്ലാവർക്കും ഇഷ്ടം. നീ കുറച്ച് പരിപ്പിട. എനിക്ക് പരിപ്പ് വേണം, സാമ്പാർ. പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സാമ്പാർ ചേച്ചി കഴിക്കപ്പോ ഒഴുകി. നല്ലതല്ലെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും. നല്ലതാ. ഇനി അറ്റാക്ക് ഞാൻ വെണ്ടക്ക 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 വെണ്ടക്കാത്ത എനിക്ക് വയ്യ. വെണ്ടക്ക മാത്രം കറിയിടല്ലേ? വെണ്ടക്ക യെസ് മതി. ഒരു 2 വെണ്ടയ്ക്ക് വേണ്ടിട്ട് അതും വഴക്ക്. കഞ്ചം പിടിച്ചെടുക്കുന്നവള് വെണ്ടക്ക. ചേച്ചി എനിക്ക് ചേച്ചി മെച്ചോർഡ് ആയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും മനസ്സിലായി കേട്ടോ, ഇപ്പോഴും മനസ്സിലായി. ചോറ് ഇട്ടോടനെ പരിപ്പ് വെച്ച് നെയ് 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 ഒഴിക്കുന്നിടം വരെ അതിന് വഴക്കുണ്ടാക്കി. എനിക്ക് ഇനിയും പരിപ്പതാ ഇല്ല. ചേച്ചി സാമ്പാറാണ് അടുത്ത കഴിക്കേണ്ടത്. സാമ്പാർ വെണ്ടയ്ക്ക 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 വെണ്ടയ്ക്ക. ഇത് എപ്പോഴും ചേച്ചി മെച്ചോർഡ് ആവുന്നത് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ പേഴ്സണലി പറയുകയാണെങ്കിൽ ചേച്ചി മെച്ചോർഡ് ആവണ്ട. എങ്കിൽ സീമ ചേച്ചി അല്ല, വേറെ ആരെങ്കിലും വേറെ പേരിടും ഞങ്ങള്. മനസ്സിലാക്കി. താങ്ക് യു വെരി മച്ച്. എന്റെ പായസം ഇഷ്ടായി, എന്റെ സദ്യ ഇഷ്ടായി. ചേച്ചി ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ഞാൻ കഴിക്കാൻ പോകുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നല്ല എന്താ പറയാ പുതിയ വിഭവങ്ങളും പുതിയ അറിവുകളും പുതിയ നല്ല അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ എന്റെ പ്രേക്ഷകർക്ക് എന്റെയും സീമ ചേച്ചി തന്നെ പറയും, എന്റെ പ്രേക്ഷകർക്ക് എന്റെ എല്ലാവിധ ഓണാശംസകളും. ചേച്ചി എന്റെ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു, ഇനി ചേച്ചി ഓണാശംസ പറയൂ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണത്തിന് നല്ലോണം കഴിക്കുക, എൻജോയ് ചെയ്യുക, ജോളി ആയിരിക്കുക. ഞാൻ ഇപ്പം ഇരുന്ന് കണ്ടില്ലേ, അതുപോലെ ഹാപ്പി സന്തോഷമായിരിക്കും. മനസ്സിൽ എന്തുണ്ടെങ്കിലും ചിരിച്ചാൽ നമ്മളെല്ലാം കളയും. ചിരിയാണ് ഏറ്റവും ബെസ്റ്റായത്. ബി ഹാപ്പി. ഓൾ ദ ബെസ്റ്റ്. ഓൺ സെക്കൻഡ് ഹാപ്പി ഓണം. ഓക്കെ ഉമ, താങ്ക് യു. എല്ലാവരും അപ്പം വയറ് നിറച്ച് സദ്യ ഉണ്ട്. ഞങ്ങളുടെ വിശേഷങ്ങൾ അറിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, goodbye.